അങ്ങനെ നമ്മുടെ സത്യമാഷും ഷീല ടീച്ചറും തമ്മിൽ ഗംഭീര വഴക്കാണ്. ഇവരുടെ ആദ്യത്തെ വഴക്ക് അധ്യാപകരെല്ലാവരും ഇടപെട്ട്, പ്രിൻസിപ്പളൊക്കെ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. ഇതോടെ അവസാനിക്കുന്നില്ല. സത്യമാഷും ഷീല ടീച്ചറും വീണ്ടും അതാ ഗംഭീര വഴക്കിലേക്ക് പോകുന്നു. ഇത്തവണ ഈ വഴക്ക് പരിഹരിക്കാൻ പ്രിൻസിപ്പളിനെ കൊണ്ടും കഴിഞ്ഞില്ല, സഹപ്രവർത്തകരെ കൊണ്ടും കഴിഞ്ഞില്ല, ആരെ കൊണ്ടും കഴിഞ്ഞില്ല. ഇവരുടെ വഴക്കുകൾ നീണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള ഒരുപാട് വഴക്കുകളിലേക്ക് നമ്മളൊക്കെ വന്നെത്തിപ്പെടാറുണ്ട്. ഞാനും നിങ്ങളും നമ്മൾ ഒരുപോലെ ഇത്തരത്തിലുള്ള വഴക്കുകളെ അഭിമുഖീകരിക്കാറുണ്ട്, ചിലപ്പോൾ അനുഭവിക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഈ വഴക്ക് വരുന്നതല്ലേ നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, വിനോജ് മാഷ്. VC ടോക്സിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഒരു ചെറിയ വിശേഷവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഒരു ചെറിയ അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ മനഃശാസ്ത്ര വിശകലനമാണ് ഇവിടെ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വഴക്കിനെ പറ്റിയാണ്. ജീവിതത്തിൽ നമ്മൾ ആരും വഴക്കുകൂടാത്തവരല്ല. ചെറിയ അനുഭവങ്ങളൊക്കെ വഴക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഈ വഴക്ക് വരുന്നത് നമുക്കറിയാലോ. മറ്റുള്ള ആളുകളുമായിട്ട് പലപ്പോഴും നമുക്ക് കോൺഫ്ലിക്റ്റ്, ആശയപരമായ ഭിന്നതകൾ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഡിസ്പ്യൂട്ടുകളിലൊക്കെ പോയി എത്തിപ്പെടാറുണ്ട്. ചില പ്രശ്നങ്ങളിലൊക്കെ അല്ലെ, തല്ലുകൂടൽ എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്നതിലൊക്കെ നമ്മൾ പോയിട്ട് എത്തിപ്പെടാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് പലപ്പോഴും ഇത് നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷന്റെ, നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ കോൺഫ്ലിക്റ്റ്, ഭിന്നതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വഴക്കിൽ പോയിട്ട് പെടാറുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളാണ്, നമ്മുടെ താല്പര്യങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ആണ്. ചിലത് നമ്മുടെ മൂല്യങ്ങളിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ആണ്, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളാണ്, അല്ലെ, വഴക്കുകൂടലുകളാണ്. ചിലത് നമ്മുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, ബന്ധങ്ങളും ബന്ധുത്വവുമായി ബന്ധപ്പെട്ടുള്ള വഴക്കുകളിലൊക്കെ നമ്മൾ പോയി പെടാറുണ്ട്. അങ്ങനെ സാമ്പത്തികമായ വഴക്കുകളൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. വഴക്കുകളുടെ ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു ചെറിയ കഥയിലൂടെ ചെറിയൊരു ആശയമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി, എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അത് നമ്മളുടെ സത്യമാഷിന്റെയും ഷീല ടീച്ചറുടെയും കഥ. പേരിലാണ് ചെറിയ മാറ്റം ഉണ്ടായിരിക്കുള്ളൂ, അനുഭവങ്ങൾ യാഥാർത്ഥ്യമൊക്കെ തന്നെയാണ്. സത്യമാഷും ഷീല ടീച്ചറും തമ്മിൽ ഗംഭീര വഴക്കാണ് ഒരു ദിവസം കാലത്ത്. വിഷയം എന്താണെന്നല്ലേ, ഇവര് തമ്മിലുള്ള വിഷയം എന്ന് പറയുന്നത് ക്ലാസ് മുറിയിൽ സുരേഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥി വന്നില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് തർക്കം. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതല്ലേ. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആദ്യ പീരീഡിൽ ഹാജരെടുക്കാൻ വേണ്ടി, അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സത്യം മാഷ്. അവിടെ സുരേഷ് എന്ന് പറയുന്ന കുട്ടിയുണ്ട്, മാഷ് അത് ഹാജർ മാർക്ക് ചെയ്ത് പോന്നു. അടുത്ത പീരീഡിൽ ക്ലാസ്സിലേക്ക് ചെല്ലുന്നത് ഷീല ടീച്ചറാണ്. ടീച്ചർ ചെന്നപ്പോ അവിടെ സുരേഷ് ഇല്ല. അപ്പൊ സുരേഷ് വന്നിട്ടില്ല എന്ന നിലപാടിൽ ഷീല ടീച്ചറും സുരേഷ് വന്നിട്ടുണ്ട് എന്നുള്ള നിലപാടിൽ സത്യം മാഷും നിൽക്കുന്നു. രണ്ടുപേരുടെയും അനുഭവങ്ങളൊക്കെ ശരിയൊക്കെ തന്നെയാണ്. ഈ വിഷയത്തിന് മുകളിൽ വഴക്ക് കൂടി. ഇവിടെ സംഭവിച്ച ഇവർ രണ്ടും മനസ്സിലാക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഹാജരെടുത്തതിന് ശേഷം സുരേഷ് പ്രിൻസിപ്പളുടെ മുറിയിലേക്ക് പ്രിൻസിപ്പളെ കാണാൻ ചെന്നു എന്നുള്ള യാഥാർത്ഥ്യം. ആ സമയത്താണ് ഷീല ടീച്ചർ ക്ലാസ്സിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ചെറിയ അബദ്ധം സംഭവിച്ച ഷീല ടീച്ചർക്കാണ്. പക്ഷെ ടീച്ചർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, സുരേഷ് വന്നിട്ടില്ല എന്ന നിലപാട്. പ്രിൻസിപ്പളിന്റെ അവിടേക്ക് പോയോ അതൊന്നും ഷീല ടീച്ചറുടെ വിഷയമല്ല. ഈ ഒരു ഒറ്റ കാര്യത്തിന്റെ മുകളിലാണ് സത്യമാഷും ഷീല ടീച്ചറും തമ്മിൽ ഗംഭീര വഴക്ക്. ഒടുവിൽ പ്രിൻസിപ്പളും സഹപ്രവർത്തകരൊക്കെ ഇടപെട്ട് ഇവരുടെ വഴക്ക് തീർത്തു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ വഴക്ക് വീണ്ടും വരുന്നുണ്ട്. എവിടെയാണെന്നറിയില്ലേ, ഒരു ദിവസം വിനോദയാത്ര പോയ സമയത്ത് ഷീല ടീച്ചറുടെ കുപ്പിയിൽ വെള്ളമുണ്ട് കുടിക്കാൻ വേണ്ടി. സത്യം മാഷ് ഇത് കാണണ്ടായി. ഒരു ഹാഫ് ബോട്ടിൽ വെള്ളമുണ്ട്. സത്യം മാഷ് വെള്ളം ചോദിച്ചു, ടീച്ചറിൽ ഉണ്ട് എന്നുള്ള ധാരണയിൽ. ടീച്ചർ പറഞ്ഞു, വെള്ളം കഴിഞ്ഞല്ലോ മാഷെ, അടുപ്പാണല്ലോ, പഴയ വഴക്കൊക്കെ തീർന്നു. പക്ഷേ സത്യം മാഷ്ക്ക് തോന്നി ഇത് പഴയ പ്രശ്നമാണല്ലോ, വെള്ളം ഞാൻ നേരത്തെ കണ്ടതാണല്ലോ. പക്ഷേ സത്യം മാഷ് കാണാത്തൊരു രംഗമുണ്ടായിരുന്നു. ഷീല ടീച്ചർ വെള്ളം കുടിച്ച് കുപ്പി ബാഗിൽ വെച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ സുരേഷ് അതിന്റെ ഇടയിൽ വന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നുണ്ട്. ആ വെള്ളം തീർന്നു പോയത് നേരത്തെ സത്യം മാഷ് അറിഞ്ഞിട്ടില്ല. മാഷ് വെള്ളം ചോദിച്ചു, ടീച്ചർ കഴിഞ്ഞു എന്ന് പറഞ്ഞ വശം തന്നെ നേരത്തെ ഉണ്ടായ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പൊരിഞ്ഞ തല്ലാണ്. ആ തല്ല് തീർക്കാൻ പ്രിൻസിപ്പാളിനും കഴിഞ്ഞില്ല, സഹപ്രവർത്തകരും കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്,
ഇവരുടെ എക്സ്പീരിയൻസ് ആണ് ഇവരെ ഈ ഒരു വിഷയത്തിലേക്ക്, ഈ ഒരു വഴക്കിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ്. ഈ റിയാലിറ്റി ഇവർ രണ്ടുപേരും മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ നമ്മളുടെ എക്സ്പീരിയൻസും റിയാലിറ്റിയും രണ്ടായി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മളുടെ അനുഭവങ്ങളിൽ ഒരുപാട് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് മനഃശാസ്ത്രം NLP മുന്നോട്ട് വെക്കുന്ന ഒരു പ്രീ സപ്പോസിഷൻ ഉണ്ട്, ഒരു സങ്കല്പന ഉണ്ട്, ഒരു മുൻധാരണയുണ്ട്. മാപ്പ് ഈസ് നോട്ട് ദി ടെറിട്ടറി എന്ന് പറയും. അമേരിക്കൻ ഫിലോസഫർ ആയിട്ടുള്ള ആൽഫ്രഡ് കോൾസ്കി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആശയം, മാപ്പ് ഈസ് നോട്ട് ദി ടെറിട്ടറി. ഭൂപ്രദേശം എന്ന് പറയുന്നത് ഭൂപടമല്ല, മാപ്പല്ല. അല്ലെ, നമ്മൾ ഓരോരുത്തരും പല രീതിയിലുള്ള മാപ്പ് കണ്ടിട്ടുണ്ട്. പഞ്ചായത്ത് തയ്യാറാക്കുന്ന മാപ്പ് കണ്ടിട്ടുണ്ട്, സംസ്ഥാനം തയ്യാറാക്കുന്ന മാപ്പ് കണ്ടിട്ടുണ്ട്, വില്ലേജുകൾ, താലൂക്കുകൾ, അല്ലെ, കളക്ടറേറ്റിന്റെ ഭാഗമായി രൂപപ്പെടുത്തുന്ന മാപ്പുകൾ, പല രീതിയിലുള്ള മാപ്പുകൾ. ഞാൻ പ്രാദേശികമായി ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. പല മാപ്പുകൾ കണ്ടിട്ടുണ്ട്. ഈ മാപ്പുകൾക്കൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് താനും. മാപ്പ് ഈസ് നോട്ട് ദി ടെറിട്ടറി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഭൂപടം എന്ന് പറയുന്നത് യഥാർത്ഥ ഭൂപ്രദേശമല്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ റിയാലിറ്റി ഉണ്ട്. സത്യമാഷിന്റെയും ഷീല ടീച്ചറുടെയും കഥയിൽ റിയാലിറ്റി ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വഴക്കിലേക്ക് നീങ്ങുന്നത്. നമ്മൾ പറയും എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. എല്ലാ മനുഷ്യരും ദേ റെസ്പോൺസ് ടു ദി എക്സ്പീരിയൻസ്, നോട്ട് ടു ദി റിയാലിറ്റി. അവർക്കുണ്ടായ അനുഭവത്തിന്റെ മുകളിലാണ് അവർ പ്രതികരിക്കുന്നത്, റിയാലിറ്റിയുടെ മുകളിലല്ല, യാഥാർത്ഥ്യത്തിന്റെ മുകളിലല്ല. ഓരോരുത്തരുടെയും പ്രതികരണം അവർക്കുണ്ടായ അനുഭവത്തിന്റെ മുകളിലാണ്. ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. സുരേഷ് അതിന്റെ ഇടയിൽ പ്രിൻസിപ്പളെ കാണാൻ പോയ രംഗമുണ്ട്. ഇത് രണ്ടുപേരും മനസ്സിലാക്കിയിട്ടില്ല. വന്നില്ല എന്ന അവരവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വഴക്കിലേക്ക് പോകുന്നത്. യാഥാർത്ഥ്യത്തോട് ഇവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. കുപ്പിയിൽ വെള്ളം ഉണ്ടായിട്ടാണ് ടീച്ചർ തരാഞ്ഞത് എന്ന ധാരണയാണ് സത്യമാഷക്ക്. സത്യത്തിൽ ആ കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇടയിൽ സുരേഷ് കുടിച്ചു പോയത് സാറ് കണ്ടിട്ടില്ല. സാറിന്റെ എക്സ്പീരിയൻസിൽ ടീച്ചർ കുടിച്ച് ബാക്കിയുള്ള വെള്ളം ആ കുപ്പിയിലൂടെ ആക്കുന്നത് സാറിന്റെ അനുഭവത്തിലുണ്ട്. നോക്കൂ, അപ്പൊ ആദ്യ വിഷയത്തിൽ സത്യമാഷ്, അല്ലേ, സത്യമാഷ് അവിടെ എന്താണ് റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. രണ്ടാമത്തേൽ ഷീല ടീച്ചറുടെ ഭാഗത്താണ് റിയാലിറ്റി. പക്ഷെ ഇത് രണ്ടുപേരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മനഃശാസ്ത്രം പറയുന്നത്. NLP പറയുന്നത്, ജോൺ ഗ്രൈൻഡറും റിച്ചാർഡ് ബാൻഡ്ലറും മുന്നോട്ട് വെച്ച ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ അവർ മുന്നോട്ട് വെക്കുന്നത് മാപ്പ് ഈസ് നോട്ട് ദി ടെറിട്ടറി. ഒരു ഭൂപ്രദേശത്തെ സംബന്ധിച്ച് നമ്മൾ തയ്യാറാക്കുന്ന മാപ്പ് ഭൂപ്രദേശമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അനുഭവം. നമ്മൾ പറയും, ചെറിയ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, കുട്ടികളോട് പറയാറുണ്ട്, 6 എന്ന് എഴുതിയത് താഴെ നോക്കുമ്പോൾ 6, മുകളിൽ നോക്കുമ്പോൾ 9. അല്ലേ, നമ്മളുടെ എക്സ്പീരിയൻസ് താഴെ നോക്കുന്ന ആളുടെ എക്സ്പീരിയൻസ് അത് 6, മുകളിൽ നോക്കുന്ന ആളുടെ എക്സ്പീരിയൻസ് അത് 9. റിയാലിറ്റി അല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, മാപ്പ് അല്ല ടെറിട്ടറി എന്ന് പറയുന്നത്. നോക്കൂ, മറ്റൊരു ഉദാഹരണം, അല്ലെ, കണ്ണ് കാണാത്ത ആളുകൾ ആനയെ പോയി പിടിക്കുന്നുണ്ട്. ആനയെ പിടിച്ചുകൊണ്ട് തുമ്പിക്കൈ പിടിച്ച ആളുകൾ പറയുന്നു ആന എന്തുപോലെയാണ്, ഉലക്ക പോലെയാണ് എന്ന് പറയുന്നു. ആനയുടെ കാല് പോയി പിടിച്ച ആളുകൾ പറയുന്നു ആന തൂണ് പോലെയാണ് എന്ന് പറയുന്നുണ്ട്. ആനയുടെ വാല് പിടിച്ച ആളുകൾ പറയുന്നു, കണ്ണ് കാണാത്ത ആളുകളല്ലേ, ആനയുടെ വാല് പിടിച്ച ആളുകൾ പറയുന്നു ആന ചൂല് പോലെയാണെന്ന് പറയുന്നു. ആനയുടെ ചെവി പിടിച്ച ആളുകൾ പറയുന്നു ആന മുറം പോലെയാണ്. ഇതാണ് റിയാലിറ്റി അല്ല അവർ പറയുന്നത്, അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മളുടെ ഇടയിലുള്ള പല വഴക്കുകളും ഉണ്ടാവുന്നത്. നമ്മളുടെ എക്സ്പീരിയൻസുകൾ മുഴുവൻ റിയാലിറ്റി ആവണമെന്നില്ല. നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ രൂപപ്പെടുന്നത്, അല്ലെ, നമ്മളുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മളുടെ കണ്ണ്, നമ്മളുടെ മൂക്ക് അടക്കമുള്ള 5 ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങളാണ് ബ്രെയിൻ ശേഖരിക്കുന്നത്. ഇതിൽ പലപ്പോഴും ഡിലീഷൻ നടക്കും. എല്ലാം നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, എല്ലാം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല, കുറെ നമുക്ക് ശരിയായ രീതിയിൽ പെർസീവ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഡിസ്റ്റോർഷൻ, വളച്ചൊടിക്കലൊക്കെ സംഭവിക്കും നമ്മളുടെ തന്നെ ബ്രെയിനിൽ. അങ്ങനെ നമ്മളെല്ലാം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിന് മുകളിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പ്രതികരിക്കാൻ പോയാൽ അതാണ് പല വഴക്കുകൾക്കും കാരണം. ഞാനിതിന്റെ കൂടുതൽ ആശയങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ രീതിയിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് മാപ്പ് ഈസ് നോട്ട് ദി ടെറിട്ടറി. നിങ്ങൾ മാനസികമായി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാ അനുഭവങ്ങളും യാഥാർത്ഥ്യമായിക്കൊള്ളണം എന്നില്ല. അവിടെ ചില പ്രശ്നങ്ങൾ നമ്മുടെ തലച്ചോറിനുണ്ട്. നേരത്തെ പറഞ്ഞ ഡിലീഷനും ഡിസ്റ്റോർഷനും ജനറലൈസേഷനും ഒക്കെ ഈ ബ്രെയിനിൽ നടക്കുന്നത് കൊണ്ട് നമ്മൾ ശേഖരിക്കുന്ന എല്ലാ വിവരങ്ങളും യാഥാർത്ഥ്യമല്ല. നമ്മൾ ഉണ്ടാക്കുന്ന മാപ്പ് യഥാർത്ഥ ടെറിട്ടറി അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന മാപ്പ് യഥാർത്ഥ ഭൂപ്രദേശമല്ല. ഈ ഒരു ധാരണയോടുകൂടി വേണം നമ്മൾ ഇനി മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ വഴക്കുകളൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത്. എൻ്റെ ജീവിതത്തിലൂടെയുള്ള അനുഭവങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പങ്കുവെക്കുന്നത്. തീർച്ചയായും ഇത്തരം ശകലങ്ങൾ അറിവിൻ്റെ
മനഃശാസ്ത്രത്തിലൂടെയുള്ള ഇത്തരം ചെറിയ വിശകലനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായി പങ്കുവെക്കുക. ഇത് മൂല്യമുള്ളതാണ് എന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഇത് പങ്കുവെക്കുക. നമുക്ക് മറ്റൊരു വാർത്തയും വിശേഷവുമായി വിശകലനവുമായി VC ടോക്സിലൂടെ വീണ്ടും കാണാം. താങ്ക്